ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മീനച്ചാറാണ്. ആ മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പം ഇത് നമ്മുടെ നെയ്മീൻ ചൂരയാണ്. അത് 2.5 കിലോ ഉണ്ട്. നല്ലതായിട്ട് തൊലിയും മുള്ളും അഴുക്കും എല്ലാം കളഞ്ഞ് ഭംഗിയായി കഴുകി പുളിയും ഉപ്പും ഇട്ട് കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ വെച്ചിരിക്കുവാണ്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് ഇളക്കി നല്ലതായിട്ട് ഇളക്കി ഒരു 2 മണിക്കൂറോളമായി ഇത് വെച്ചിട്ട് ഇനി നമുക്കിത് വറുത്തുകൊണ്ട് വരണം. എന്നിട്ട് വേണം അച്ചാറിടാൻ. അപ്പോൾ അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പില ഒരു 250 ഗ്രാം, വെളുത്തുള്ളി, ഇഞ്ചി 250 ഗ്രാം ഉണ്ട്, പിന്നെ മഞ്ഞൾ പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, കായപ്പൊടി, വിനാഗിരി, ഇതേയും നല്ലെണ്ണ. ഇത്രയാണ് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് മീൻ വറുത്ത് അച്ചാറിടാൻ നോക്കാം. നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതേയും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളിയോടെ അതിൻ്റെ കൂടെ ചേർക്കണം. അപ്പം നമ്മുടെ ഇഞ്ചി ഇത്രയും മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്, അത് ഞാൻ അധികം മുറിച്ചിട്ടില്ല. അപ്പം ഇത് രണ്ടും ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്രയും മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തെ വെള്ളം നല്ലതുപോലെ പറ്റി ഇത് നല്ലതായിട്ട് മൊരിഞ്ഞ് വരണം, എന്നെങ്കിലേ നമ്മുടെ അച്ചാർ കേടാകാതെ ഇരിക്കത്തുള്ളൂ. നമുക്ക് നല്ലതുപോലെ നമ്മൾ ഇത് മൊരിച്ച് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുത്താൽ അച്ചാർ ഒരിക്കലും ചീത്തയാവത്തില്ല. കുറേ ഒരു 6 മാസമൊക്കെ ഇരിക്കും. എനിക്ക് നേരത്തെ അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രിസർവേറ്റൊന്നും ചേർക്കത്തില്ല. പക്ഷെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. മീൻ പിന്നീട് വറുത്താൽ മതി. ഇതിനകത്തേക്ക് നമ്മൾ ഇത് വറുത്ത് കോരിയതിന് ശേഷം അതിനകത്തിട്ട് മീൻ വറുത്താൽ മതി. അപ്പം നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൊരിയണം. അപ്പോൾ ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇടുവാണ്, ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും ഈ 2 കഷ്ണം കുടംപുളിയും കൂടെ അതിനകത്ത് ഇടുവാണ്. ഇത് നല്ല കഴുകി ഉണങ്ങിയ കുടംപുളിയാണ്, വെള്ളത്തോട് ഇടരുത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിക്കകത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുടംപുളി ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറായി ഇവിടെ ഇരിക്കുകയാണ്. കരിയാതെ നമ്മൾ വറുത്ത് കോരി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ആ എണ്ണ മതി നമുക്ക് മീനിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും നല്ല രുചി, മണം ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ വറക്കാം. നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനച്ചാറൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മീനച്ചാറിന് വേണ്ടുന്ന മീൻ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവം മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോയാലും ഇതിന് രുചി കിട്ടത്തില്ല. അപ്പം ഈ പരുവം മതി. നമുക്കിനി ഇത് വറുത്ത് കോരി എടുക്കാം. ഇപ്പം നമ്മുടെ മീനെല്ലാം ഇവിടെ വറുത്ത് നല്ലതായിട്ട് കോരി വെച്ചിട്ടുണ്ട്. നല്ല മുരിഞ്ഞു. ഇത്രയും മുരിഞ്ഞാൽ മതി. ഒരുപാട് മുരിഞ്ഞു പോയാൽ അത് രുചി കിട്ടത്തില്ല. അപ്പം ഇതിപ്പോൾ പാകമാണ്, ഇത്രയാകാവൂ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം.
മുളക് മൂത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതിൽ ഇട്ട് കൊടുക്കാം. അത് ഈ ചാറിന് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവിക്ക് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ വളരെ കുറച്ച് വയ്ക്കണം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. 200 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല, നമ്മുടെ നാടൻ മുളകാണ്. കാശ്മീരി മുളക് പൊടി എൻ്റെ പക്കലില്ലായിരുന്നു. കരിഞ്ഞു പോകരുത്. തീരെ കുറച്ച് വയ്ക്കണം. മഞ്ഞൾ പൊടി 1 സ്പൂണ്, ഉലുവാപ്പൊടി 1 സ്പൂണ്, കായം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കായം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നോക്കി ഇടുക. ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. നല്ല മുരിഞ്ഞിരിക്കുക. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിയുടെ അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് വെക്കണം. ഗ്രേവിയെല്ലാം ഇതിലൊന്ന് പിടിക്കത്തക്കതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ഇപ്പം നിങ്ങളുടെ രുചികരമായ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്കുടനെ